ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പോകുന്നത് ഉമ്മൽക്കോയിനുള്ള ഫ്ലെമിഗോ ബീച്ച് റിസോർട്ടിലേക്കാണ്. ബീച്ച് റിസോർട്ട്, അവിടെ നല്ല ഫിഷിംഗ്, ഹണ്ടിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് റിസോർട്ട് എത്താറാവുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ബീച്ച് സ്റ്റാർട്ടാവും. നല്ലൊരു ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു ബീച്ച് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ബീച്ച് റിസോർട്ട് എത്താറായി. നല്ല ഭംഗിയുണ്ട് വ്യൂസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. ചെക്കിനൊക്കെ കഴിഞ്ഞു, റൂമിലെത്തി. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൂം. റൂമിന് നല്ലൊരു ബാൽക്കണി ഉണ്ട്. ബീച്ചിൻ്റെ ഭംഗിയെല്ലാം നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി. ഒന്നും കൂടി കാണിച്ചു തരാം. കർട്ടനൊക്കെ തുറന്നു ഇറങ്ങി വന്നു. ബാൽക്കണിയിൽ നിന്നിട്ട് ഞാൻ ഫുൾ ആ ബീച്ചിൻ്റെ കളർ കോമ്പിനേഷൻ ആസ്വദിക്കുകയാണ്. നല്ല ബ്ലൂ, ഗ്രീൻ, സ്കൈ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എത്ര ആസ്വദിച്ചാലും മടുക്കാത്ത രീതിയിലുള്ള നല്ല ചൂടും വെയിലും ഉണ്ട് കേട്ടോ. എന്നാലും അതൊന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ഭംഗി. അത് കഴിഞ്ഞ് അവിടുത്തെ ഗാർഡനിൽ നല്ലൊരു ഊഞ്ഞാലുണ്ട്, ഫ്ലെമിഗോ വൈബ്സ്. പൊട്ടി വീഴോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു പേടിയിലിരുന്ന് ഊഞ്ഞാലാടുകയാണ്. പൊട്ടി വീഴില്ലായിരിക്കാമെന്ന പ്രതീക്ഷയിൽ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട്, കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് ആടുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണ്. നല്ല കാറ്റും വെയിൽ, ചൂട്, ലൈറ്റിംഗ് ഒന്നും ശരിയാവുന്നില്ല. വീഡിയോ ഒന്നും ഇപ്പോൾ എടുത്താൽ ശരിയാവത്തില്ല, കരിഞ്ഞ് തന്തൂരിയാകും. അതുകൊണ്ട് വിട്ടു. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ ഞണ്ടുണ്ട്, അതതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണ്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് വെള്ളം തുപ്പുന്ന കണക്ക്. അപ്പോൾ എനിക്കത് വീണ്ടും കാണാനൊരു ക്രൈസ്. മനുവട്ട് അതിനെ കമ്പ് വെച്ച് കുത്തി. അപ്പോൾ അത് ആ കമ്പ് കടിച്ചെടുത്തു. എന്തൊക്കെ ചെയ്തിട്ടും അത് ഇറങ്ങി വരുന്നില്ല. വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് നോക്കാമെന്ന് വെച്ചു. വെള്ളത്തിൽ വെച്ച് നോക്കി, പുറത്ത് വരുന്നില്ല. ഇപ്പോൾ അത് ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തെറിപ്പിക്കും വെള്ളം. ഇത് കാണാൻ ഒരു രസമുണ്ടായിരുന്നു. കയ്യിലിരിക്കുമ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കണക്ക്. ഇതാണ് ഫിഷിംഗ് ആക്ടിവിറ്റീസ്. ബ്രിഡ്ജ്, ഒരു ചെറിയൊരു മാൽദീവ്സ് സെറ്റപ്പ് എന്നൊക്കെ പറയാം, അതുപോലെയൊക്കെ ഉണ്ട് വ്യൂ. ഈ ബ്രിഡ്ജ്, ഇതിൽ കൂടെ വേറെ ബോട്ട്സൊക്കെ പോകുമ്പോൾ ഈ ബ്രിഡ്ജ് നന്നായിട്ട് ഷേക്കാവും. അതൊരു നല്ലൊരു അനുഭവമാണ്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ബോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ ഈ പായൽ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഫിഷ്, ഞണ്ട്, ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ ആ ബ്രിഡ്ജിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഉണ്ട്. പിന്നെ നമ്മൾ റൂമിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഗാർഡനിൽ 2 കിഡ്സ് ഓൾവേസ് മൈ ഫേവറേറ്റ്സ്. പിന്നെ നമ്മൾ വിചാരിച്ചു ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടെ ബുഫേയാണ്. അപ്പോൾ ഒരു ബുഫേ കഴിക്കാനുള്ളൊരു മൂഡില്ല ഞങ്ങൾക്ക് 2 പേർക്കും. അങ്ങനെ ബുഫേയിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ നോക്കി ഒന്ന് റോന്ത് ചുറ്റി ഞങ്ങളൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. എല്ലാവരും ലഞ്ച് കഴിച്ചു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷനും പെയിൻറ്റിങ്ങും വാൾ സെറ്റിങ്ങും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെയർ കളറൊക്കെ അത്യാവശ്യം നല്ല ഭംഗി. ആ പെയിൻറ്റിങ്ങൊക്കെ എന്താ ഭംഗി കാണാൻ. ഞാൻ സാൻഡ്വിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉള്ള ഗോഷ്ടികളാണിത്. പിന്നെ ഞങ്ങൾ ഈവനിങ് ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. ഇത് ഞങ്ങളുടെ ബാൽക്കണി. ഇത് കണക്ക് ഇങ്ങനെ ഓരോ യാച്ച് പോകുമ്പോഴത്തേക്കും 6 മണിയൊക്കെ ആയി. ഞങ്ങൾ ഫിഷിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി താഴെ വന്നു. രാവിലെ ഓരോരുത്തർ വലയിടും, വൈകിട്ട് നിന്ന് മീൻ പിടിക്കും. ഇതൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നവരാണോ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണോ അറിയില്ല. പുറത്തുനിന്നും ആൾക്കാർക്ക് എൻട്രി ഉണ്ട്. വെള്ളത്തിൽ നോക്കുമ്പോൾ കാണാം ഫിഷ് ചെറുതായിട്ട് ഓടിക്കളിക്കുന്നത്. സൺസെറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ചുറ്റും. ഒരു ലൈറ്റ്നിങ് ഒക്കെ മാറിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച്
ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പക്ഷെ ഒന്നും ക്ലിയർ ആയില്ല. ഡേ ലൈറ്റ് ഓൾമോസ്റ്റ് പോയി തുടങ്ങിയ ഏരിയയിലൊക്കെ. നമ്മൾ ഫിഷിങ്ങിന് പോകാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ ഷൂവും നമ്മളിത് ലൈഫ് ജാക്കറ്റും തരും. റൈറ്റ് സൈഡിൽ മ്യൂസിക്, വേറെ ടീംസിൻ്റെ മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അതിൻ്റെ കൂടെ വൈബ് ചെയ്യുവാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഫിഷിങ്ങിന് വരുന്നത്. ഒരു റഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലായിരുന്നു. ഫോറിനേഴ്സൊക്കെ ആയതുകൊണ്ട് നല്ല വൈബായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവരും സൈലൻ്റ് ടൈപ്പായിരുന്നു. അപ്പം നമ്മുടെ വൈബ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി പോവുകയാണ്. ഈ പോകുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട ആളാണ് നമ്മുടെ കപ്പിത്താൻ. നമ്മളെ ഇന്ന് ഫിഷിങ്ങിന് കൊണ്ടുപോകുന്ന പുള്ളിയാണ്. പുള്ളിക്ക് റഷ്യൻ അറിയാം. പുള്ളി അവരോട് സംസാരിക്കുന്ന റഷ്യനിലാണ്. ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഈ പുള്ളി ബംഗാളിയാണ്. നമ്മളോട് സംസാരിക്കുന്ന ഹിന്ദിയിലാണ്, അവരോട് സംസാരിക്കുന്നത് റഷ്യനിലാണ്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നമ്മൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ പിടിച്ചു. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. എന്താ ഭംഗിയല്ലേ സൺസെറ്റ് വ്യൂ. ജാക്കറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ക്യാമറാമാനോട് ചെക്ക് ചെയ്യുകയാണ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫുള്ള് ഫേസിൽ കാണാം. ഓക്കെ, നമ്മുടെ ജേണി അങ്ങനെ സ്റ്റാർട്ടാവുകയാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റാർട്ടായി നല്ല സ്പീഡിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്. ഇങ്ങനെ വെള്ളത്തിൽ കൈ വയ്ക്കുമ്പോൾ സ്പീഡിന് പോകുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയ്യിൽ തട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. നല്ല ഫോഴ്സിന് വന്നിട്ട് വെള്ളം ഇടിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇട്ടതുകൊണ്ട് വെള്ളത്തിൽ വീണാൽ പൊങ്ങിക്കിടക്കുമെന്നൊരു വിശ്വാസം. ഏന്തി വലിച്ചൊക്കെ അതിൽ തൊടുന്നുണ്ട്. ചെറിയ ചെറിയ ഐലൻഡ് കാണാം ദൂരെ. സ്കൈയുടെ കളർ കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതല്ല, പിന്നെ ഇപ്പോൾ ഒരു ഓറഞ്ച് കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ലൈറ്റനിങ് ഒക്കെ മാറി. ഡേ ലൈറ്റ് ഓൾമോസ്റ്റ് പോയി. നമ്മളീ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഫ്ലെമിഗോസിനെ കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ഇതുണ്ടാവും. ഇവിടെ ആക്ച്വലി 2 പേര് വേറെ കപ്പിൾസ് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരെ മാറ്റിയിട്ട് ഞാൻ കയറി ഇരിക്കുവാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുത്തു പാവങ്ങൾ. ഇനി അവരിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഭാഷ അറിഞ്ഞിടാത്തതുകൊണ്ട് ഫുൾ ആംഗ്യമാണ്. സ്കൈ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൈ വാട്ടർ, ആ ഒരു കോമ്പിനേഷൻ ഞാൻ സ്വന്തമായിട്ട് വൈബിങ് ആണ്. കാരണം ആരുമില്ല എൻ്റെ കൂടെ വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെമിഗോ ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന സൈഡിലെ വെള്ളം മാത്രമേ തരംഗം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വെള്ളമെല്ലാം ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു കണ്ണാടി പോലെ. ആ സ്കൈ കംപ്ലീറ്റ് നമുക്ക് ആ വെള്ളത്തിൽ ഒരു കണ്ണാടി പോലെ കാണാം. ഇതൊരു മാലാഖയെ പോലെ. എഗെയിൻ ഓറഞ്ച് വ്യൂ. എന്താ ഭംഗിയില്ലേ. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പറ്റത്തില്ല, ഡേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ആൾ കരയ്ക്കടുപ്പിക്കുകയാണ്. ഫോണ് ആരും എടുത്തിട്ടില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു. കാരണം എനിക്ക് വ്യൂസൊക്കെ പകർത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിക്കാണ് നമുക്ക് തരുന്നത്. ഇത് വെച്ച് കുത്തി വേണം ഫിഷ് ഞണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മനോട്ടനൊരു ഞണ്ട് കിട്ടി. ഓരോരുത്തർക്കും കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും കൈയടിക്കുകയൊക്കെ ചെയ്യും. ഒരു സന്തോഷം. ഈ പുള്ളിയാണെങ്കിൽ ടക്ക് ടക്ക് ടക്കെന്ന് അപ്പോഴെപ്പോഴും പിടിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. മനോട്ടൊരു ഫിഷിനെ കുത്തി എനിക്ക് അവിടെ ഇട്ട് തന്നിട്ട് പറഞ്ഞ് അതിനെ എടുത്തു എന്ന് പറഞ്ഞു.
അല്ലാണ്ട് എനിക്ക് ഓട്ടിച്ചിട്ട് പിടിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എൻ്റെ കണ്ണിലൊന്നും പെട്ടതുമില്ല. ഇങ്ങനെ ആ കുത്തിയിട്ട ഫിഷിനെ ഞാൻ എടുത്തിട്ട് ഞാൻ പിടിച്ചേന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു. ഈ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫിഷിനെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇത്രയും ഞണ്ട് ഫിഷ് എല്ലാവർക്കും കൂടി കിട്ടിയതാണ്. ഞണ്ട് ഫിഷ് വേർതിരിച്ചിടുവാണ്. ഈ ഇതിനെ തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കറി വെച്ച് തരും. ഒരു ഞണ്ട്, ജീവനുള്ള ഞണ്ട്, അതിനെ പിടിച്ചിട്ട് ഞാൻ ഗോഷ്ടി കാണിക്കുവാണ്. കടിക്കുകയോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടി. ഞാൻ വിചാരിച്ചത് വെള്ളത്തിൽ കളയാൻ വേണ്ടി തന്നെയായിരിക്കും. അപ്പോൾ പറഞ്ഞു വെള്ളത്തിൽ കളയരുത്, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ഒരു ബൂമറാങ്ങൊക്കെ എടുത്തു. ഈ ഫിഷ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരു യൂസും ഇല്ല. കറി വയ്ക്കാനും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. അതിനെ തിരിച്ച് വെള്ളത്തിൽ ഇട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടെത്തി. റിസോർട്ടിൻ്റെ ഒരു ഭംഗി, ഫുള്ള് ലൈറ്റ് ഇങ്ങനെ വെള്ളത്തിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. സ്കൈ വീണ്ടും വേറൊരു കളർ. റിസോർട്ടെത്തി റെസ്റ്റോറൻറ്റിൽ പോയി. നമ്മൾ പിടിച്ച ഫിഷൊക്കെ അവർ നമുക്ക് കറി വെച്ച് തരും. അവിടെ ഈ മുല്ല നമ്മൾ ഡേ ടൈമിൽ കണ്ടത് നിറയെ പൂത്തിട്ട് ഫുള്ളും മണം. ഞങ്ങളൊരു വൈൻ ബോട്ടിലൊക്കെ മേടിച്ചു, ചെറുതായിട്ട് വൈനൊക്കെ കുടിച്ചു, എൻജോയ് ചെയ്തു ഞങ്ങളുടെ ട്രിപ്പ്. നൈറ്റ് വ്യൂ ഫ്രം ബാൽക്കണി. ചതുരം കെട്ടിയതുപോലെ നമുക്ക് താഴത്ത് 2 പൂച്ചക്കുട്ടികൾ വന്നിട്ട് ഫൈറ്റിങ്ങിന് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം നീ അടിക്കൂ, പിന്നെ ഞാൻ അടിക്കാം, ഒന്നടിച്ച് നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ഡേ ഇനി നമുക്ക് തിരിച്ച് വരണം റൂമിലേക്ക്. അപ്പോൾ സൺറൈസിൽ എന്തെങ്കിലും വിഷ് പറഞ്ഞാൽ സാധിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വിഷ് പറയാൻ വേണ്ടി ഞാൻ സൺറൈസ് നോക്കി നിന്നു. സൺറൈസ്, സ്കൈ, വാട്ടർ, ആ കോമ്പിനേഷൻ നല്ല ഭംഗി. ഡേ ലൈറ്റ്സ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വെള്ളം ഇപ്പോൾ നല്ല ഇറങ്ങിക്കിടക്കുവാണ്. പക്ഷേ ഒരു ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ബിൽഡിങ്ങിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം കയറി വരും. റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ആ ബ്രിഡ്ജിൽ വീണ്ടും പോയിരുന്നു. ഈ ഓരോ ബോട്ട്സ് വന്ന് പോകുമ്പോഴത്തേക്കും വെള്ളത്തിലിങ്ങനെ ഓളം അടിച്ചിട്ട് ഈ ബ്രിഡ്ജ് നല്ലതുപോലെ ഷേക്കാവും. അതൊക്കെ ഞാൻ വിചാരിച്ചത് ഇതായിരിക്കും ഷേക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് പേടിയായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പെട്ടി പാക്കിങ്, റെഡിയാകൽ. ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വ്യൂവിനോട് ബൈ പറയുകയാണ്. ഈ വെള്ളത്തിൽ കാണുന്ന ബ്ലാക്ക് ഫുള്ള് ചെറുതെല്ലാം ചെറിയ മീനുകളാണ്. വലിയ മീനുകളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ചെറിയ മീനുകളാണ് ഈ സൈഡിൽ വന്ന് ഫുള്ള് കിടക്കുന്നത്. വെള്ളം കയറി വന്നു തുടങ്ങി. നമ്മൾ ബിൽഡിങ് ടച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആഫ്റ്റർനൂണൊക്കെ ആയപ്പോഴത്തേക്കും. ഇനി ഇവിടുത്തെ ഗാർഡനിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഇന്നലെ വന്നപ്പോഴത്തേക്കും ഫുള്ള് ക്രൗഡായിട്ട് നമുക്ക് ഗാർഡനിലൊന്നും പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡേ ടൈമിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്ക് കുറവായിരുന്നു. ഈ മുല്ലയുടെ മണം അൺസഹിക്കബിൾ. ഞാൻ ഇന്നലെ കുറേ പറക്കി റൂമിൽ കൊണ്ടുവച്ചു. നൈറ്റ് കാണാനും ഭംഗി, മണവും ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലെമിഗോ ഫിഷിംഗ് ആക്ടിവിറ്റീസ് കുറച്ച് നേരം അവിടെ പോയി നിന്ന്. ബോട്ട് വരുവാണെങ്കിൽ തിരയടിക്കുമോ എന്ന് കരുതിയിട്ട്, പക്ഷേ ഞാൻ പോയി നിന്ന ടൈമിൽ ബോട്ട് വന്നില്ല. ലഞ്ച് ടൈം, ആ ടൈമിൽ ബോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ബോട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി വെയിലത്ത് പോയി നിന്ന്. പ്രാന്ത്, അല്ലാണ്ട് എന്തു പറയാൻ. നല്ല തന്തൂരി ഫ്രൈ ആയി, നല്ല ടാൻ അടിച്ചിട്ടുണ്ട്, വെയിലൊക്കെ അടിച്ച്. ഞാനാണ് നിൽക്കുന്നത്. ഞാനോട്ടെന്നെ തിരക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ആ ബോട്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നതാണ്. പക്ഷെ ബോട്ട് വന്നില്ല. ലാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനിയൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ വീണ്ടും പോകാൻ തോന്നുന്ന ഒരു പ്ലേസാണിത്. ഫ്ലെമിഗോ ബീച്ച് റിസോർട്ട്. ചെറിയ ഞണ്ട്, മീനൊക്കെ ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഒന്നും കൂടിയൊക്കെ കണ്ടു. കുഞ്ഞു മീനുകൾ, നല്ല കളറുള്ള മീനുകൾ. ഇത് വീഡിയോസിൽ അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. ആരും
വന്നു തുടങ്ങിയിട്ടില്ല ബീച്ച് സൈലൻ്റായിട്ട് കിടക്കുക. ബ്യൂട്ടിഫുൾ വ്യൂവിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ അടിക്കുവാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും ഞങ്ങൾ ഒരു ടൈം കൂടി ഇവിടെ വരും. ചൂടൊക്കെ കുറവുള്ള ടൈമിൽ അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ബീച്ച് ആക്ടിവിറ്റീസ്, ഞങ്ങൾക്ക് ഫിഷിങ് ആക്ടിവിറ്റീസ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനോട് പോവുകയാണ്. വെയിലടിച്ച് ടാനായ എൻ്റെ മുഖം കണ്ണൊന്നും തുറക്കാൻ വയ്യ, എന്നാലും ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിനൊരു കുറവുമില്ല. റെസ്റ്റോറൻറ്റ് നല്ല ബിരിയാണി, തലശ്ശേരി ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ മേടിച്ചു. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ബാൽക്കണി വ്യൂ. ഞങ്ങൾ റൂമെത്തി, ബാൽക്കണിയിൽ ചെടിയൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫ്ലെമിംഗോ ബീച്ച് ട്രാവൽ വിശേഷം.